വിവാദങ്ങൾ ഉടലെടുത്തെങ്കിലും സുരേഷ് ഗോപിയുടെ വരവോടെ വലിയ പ്രതീക്ഷയിലാണ് തൃശൂരിലെ ബി.ജെ.പി. വാഹന പര്യടനം നടത്തുന്ന സുരേഷ് ഗോപിക്ക് വലിയ സ്വീകരണമാണ് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷകൾ സുരേഷ് ഗോപി 24-മായി പങ്കുവയ്ക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ? ഏതൊക്കെ രീതിയിലാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? എല്ലാം നമുക്ക് ചോദിച്ചറിയാം. സുരേഷ് ഏട്ടാ, മെയ് 23 പ്രഭാതത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വിജയം, അതിനുവേണ്ടിയല്ലേ നമ്മൾ എപ്പോഴും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതുപോലെ ഈ ഇലക്ഷനിലുടനീളം വിജയം, ഓടി ആദ്യം എത്തണം, വിജയ് ഭവ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയത്നിക്കുന്നു. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമായിട്ട് വരുന്നത്. നേരത്തെ ഒരു നോമിനേഷൻ മുഖേനയൊക്കെ എത്തി. ഇതിനെ എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? ഇതൊരു വലിയ ജോലിയാണ്. എല്ലാവരിലേക്കും ഓടിയെത്തി അവരുടെ എല്ലാം ഇഷ്ടം വോട്ടാക്കി മാറ്റണം. ആ വോട്ടാക്കി മാറ്റുന്നതിലൊരു ആർജവം പകർന്നു നൽകാൻ സാധിച്ചാൽ കൂടുതൽ ആൾക്കാരെ അവർ വോട്ട് ചെയ്യിക്കും. ഒരാൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ലല്ലോ, മറ്റുള്ളവരെ എല്ലാം പ്രേരിപ്പിച്ച് വോട്ടുകളുടെ സമാഹരണം എല്ലാം സാധ്യമാക്കും. പ്രവർത്തകരുമായിട്ടുള്ള ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ നടപ്പിലാവുന്നു. പ്രവർത്തകർ എന്നെയും കൊണ്ട് നടക്കുമ്പോഴുള്ള അവർക്ക് പകർന്നെടുക്കാൻ കഴിയുന്ന ഊർജം, ഇതെല്ലാം രാഷ്ട്രീയത്തിൽ അതെല്ലാം വളരെ പ്രധാനമാണ്. ഏതെങ്കിലും തരത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി തൃശ്ശൂരിൽ ഒരു സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ മറ്റു മുന്നണികൾക്ക് ഒരു തലവേദന ഉണ്ടായതായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നാൻ പാടില്ലല്ല. അത് നല്ല സൗകര്യമുള്ളൊരു കാര്യമല്ലല്ലോ, സുഖകരമായ കാര്യവുമല്ല. അവർക്കൊരു മത്സരാർത്ഥി എത്തി എന്ന് വിചാരിച്ചാൽ ഒരു പോരാളി തന്നെയായിരിക്കും. അതെനിക്കറിയില്ല. ഞാൻ പോരാടുന്നത് എന്നെയും കൊണ്ടാണ്. ഒരു സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി തന്നെ വിവാദങ്ങളും പലപ്പോഴും കൂട്ടുപിടിച്ചുണ്ടായിട്ടുണ്ട്. അതൊരു ഗുണമായിട്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? വിവാദം എൻ്റെതല്ല, മറ്റുള്ളവരുടെയാണ്. അവരാ വിവാദം കൊണ്ട് നടന്നോട്ടെ, എനിക്കതൊന്നും ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ വളരെ യോഗ്യമായി എൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് നടക്കുന്നു. അത് എൻ്റെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് കൊണ്ടെനിക്ക് എത്തിക്കണം. ആ സഞ്ചാരം ഞാൻ നടത്തും. ബാക്കിയുള്ളതൊക്കെ വളരെ പെരിഫറലായിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം TN പ്രതാപൻ എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. രാജ്യസഭയുടെ കോറിഡോറിൽ സുരേഷ് ഗോപിയും ഒപ്പം ലോക്സഭയുടെ കോറിഡോറിൽ TN പ്രതാപനും ഉണ്ടാകുമെന്ന് അത്തരത്തിൽ അദ്ദേഹം കാണുന്നത്. അങ്ങനെ ആരെങ്കിലും പ്രഖ്യാപിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? എന്താണ് പറയാറില്ല. പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട്. അങ്ങനെയല്ല, പ്രയത്നിക്കുന്നു. റിസൾട്ട് ദൈവം തരുന്നതാണ്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2,07,000-ഓളം വോട്ടുകൾ BJP സംബന്ധിച്ച് തൃശ്ശൂർ. ഞാൻ കണക്കുകളൊന്നും നോക്കുന്നില്ല. ഇത് 2 ലക്ഷം എന്നുള്ളത് 3 ലക്ഷമോ 4 ലക്ഷമോ ആവുന്നതിനെ സംബന്ധിച്ചല്ല. ഞാൻ പ്രയത്നിക്കുന്നു, ഒരു സമാഹരണം ഉണ്ടാവും. ഏതായാലും വിജയപ്രതീക്ഷ തന്നെയാണ് പറയുന്നത്. നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇപ്പോൾ NDA സ്ഥാനാർത്ഥി നമ്മോട് പറഞ്ഞതുപോലെ തന്നെ വലിയൊരു വിജയപ്രതീക്ഷ തന്നെയാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിനങ്ങളും വളരെ നിർണായകം തന്നെയാണ്. ഇപ്പോൾ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കെ. ദീപക്, 24.